സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. നമ്മൾ പൊന്നുതമ്പുരാന്റെയും മായാദേവിയുടെയും അനുഗ്രഹം കൊണ്ട് നിശുംഭവധത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ജയമോ പരാജയം എന്ത് തന്നെ വന്നാലും വന്നുകൊള്ളട്ടെ നിശ്ചയിച്ച് നിശുംഭൻ ദേവിയുടെ സമീപത്തെത്തി. എന്തായാലും തർക്കമില്ല, ഒന്നിക്ക് ജയം അല്ലെങ്കിൽ പരാജയം, ഇത് രണ്ടല്ലേ വരുള്ളൂ. അതിന് പിന്നാലെ തന്നെ ശുംഭനും സഹോദരന്റെ യുദ്ധസാമർത്ഥ്യം കാണാൻ ഒരുങ്ങിയെത്തി. മേഘങ്ങളെ മറിയാക്കി ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും രക്ഷവൃന്ദവും യുദ്ധം കാണാൻ ആകാശവീതിയിൽ നിരന്നു നിന്നു. നിശുംഭൻ ശാർങ്കം എന്ന വില്ലെടുത്ത് ജഗദമ്പയെ പേടിപ്പെടുത്താൻ എന്നവണ്ണം അമ്പുകൾ അയച്ചു. അത് കണ്ട് ചണ്ഡികയും തന്റെ ശ്രേഷ്ഠമായ വില്ലെടുത്ത് ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് കാളിയോട് വന്നു, ഹേ കാളി, മരിക്കാനൊരുങ്ങി രണ്ട് വീരശൂര പരാക്രമികളായ രണ്ടുപേർ വന്നിരിക്കുന്നത് കണ്ടോ? ബീജവധവും മറ്റു വീരന്മാരായ ദൈത്യന്മാരുടെ വധം കണ്ടിട്ടും ഇവര് വിജയലക്ഷ്യം സ്വപ്നം കണ്ടു വന്നിരിക്കുകയാണ്. ഇവരുടെ വരവും എന്റെ മായാപ്രയോഗത്തിന്റെ ഫലമാണ്. വേണ്ടപ്പെട്ട സ്വജനങ്ങളും ബലവും നഷ്ടപ്പെട്ടിട്ടും മനുഷ്യനെ ബന്ധിച്ചു നിർത്തുന്ന ആശാപാശങ്ങൾ കാരണം പിന്നെയും യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. ഏതായാലും ഇവർക്ക് യമരാജന്റെ അടുത്തേക്ക് പോവാൻ വൈകിയെന്ന് തോന്നണം. ഇപ്രകാരം കാളിയോട് പറഞ്ഞ് ചണ്ഡിക നിശുംഭനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. ചണ്ഡികയും നിശുംഭനും ഘോരമായ യുദ്ധം തുടങ്ങി. ആന പൊയ്കയിലേക്ക് ഇറങ്ങിയ പോലെ ദേവിയുടെ വാഹനമായ സിംഹം കുടഞ്ഞു സൈന്യമാകുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങി. മൂർച്ചയേറിയ നഖങ്ങളെ കൊണ്ട് ദൈത്യരെ മാന്തി കീറി ഭക്ഷിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ദാനവർ വില്ലും കുലച്ചുകൊണ്ട് ദേവിയുടെ നേർക്ക് പാഞ്ഞണഞ്ഞു. ശുംഭനും തന്റെ സൈന്യങ്ങളുമായി എത്തി. ശുംഭൻ ദേവിയുടെ മുമ്പിലെത്തി. രൗദ്രഭാവവും ശൃംഗാരഭാവവും ഒത്തുചേർന്ന് നീണ്ട് ഇടംപെട്ട കണ്ണുകളുമായി നിൽക്കുന്ന വിശ്വസുന്ദരിയായ ദേവിയെ കണ്ട് ശുംഭൻ അന്തം വിട്ടുപോയി. കുന്തം കണ്ട പെരിച്ചാഴി പോലെ ആയിപ്പോയി. ശുംഭൻ സ്തംഭിച്ചു നിന്നുപോയി. ദേവിയുടെ കണ്ണുകൾ ക്രോധത്താൽ ചുവന്നത് കണ്ട് ജയിക്കാമെന്നുള്ള മോഹവും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹവും കൈവിട്ട് മരണത്തെ വരിക്കാനുള്ള തയ്യാറെടുപ്പുമായി നിന്നു. ഏതായാലും ഞാൻ യമധർമ്മന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറാണെന്ന് വിചാരിച്ചു നിൽക്കായി. ദേവി പറഞ്ഞു, ഹേ മൂർഖന്മാരെ, ജീവിച്ചിരിക്കണമെന്ന് ആശയുണ്ടെങ്കിൽ ആയുധം വെച്ച് പാതാളത്തിലേക്ക് പോയിക്കൊള്ളുക. ഞങ്ങളെ കൊല്ലാൻ വരൂല. അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ച് സ്വർഗം പോകുക. ദേവിയുടെ വാക്കുകൾ കേട്ട് മതഗർഭിതനായ നിശുംഭൻ വാളും പരിചയമെടുത്ത് കുടഞ്ഞു നിൽക്കുന്ന സിംഹത്തിന്റെ തലയിൽ വെട്ടാൻ ഓങ്ങി ചെന്നു. ആ വെട്ടിനെ ദേവി തന്റെ ഗത കൊണ്ട് തടുത്ത് നിശുംഭന്റെ ചുമലിൽ മഴുകൊണ്ട് കൊടുത്തു ഒരു വെട്ട്. ദേവിയുടെ ഗത കൊണ്ടുള്ള താടനമേറ്റ് വേദന കൊണ്ട് പൊളഞ്ഞ നിശുംഭൻ ചണ്ഡികാദേവിയെ വാളുകൊണ്ടടിച്ചു. ആ ദൈത്യനെ വധിക്കാൻ നിശ്ചയിച്ച് ദേവി മദ്യം കുടുകുടാ കുടിച്ചു മത്തയായി ഉച്ചത്തിൽ അട്ടഹസിച്ച് എല്ലാവർക്കും ഭയമുണ്ടാക്കുന്ന വിധത്തിൽ ഘോരമായ യുദ്ധം ആരംഭിച്ചു. യുദ്ധക്കളത്തിൽ ഭടന്മാർ വെട്ടേറ്റ് മരിച്ചു. മാംസപ്പൊക്കുകളായ നരി, പട്ടി, കുർക്കൻ, കഴുകൻ, പരുന്ത് തുടങ്ങിയ മൃഗങ്ങളും പക്ഷികളും മാംസം തിന്ന് സന്തുഷ്ടരായി ആർത്ത പുളച്ചോടി നടന്നു. അവർക്ക് സന്തോഷമായി. വേണ്ടുന്ന പുത്ര ഭക്ഷണം കിട്ടിയില്ലേ. ദൈത്യരെ ഒട്ടാകെ വധിക്കുന്നത് കൊണ്ട് ക്രോധം കൊണ്ട നിശുംഭൻ വലിയ ഗതയെടുത്ത് ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ തലയിൽ കൊടുത്തു ഒരടി. പിന്നെ ദേവിയുടെ അടുത്തേക്ക് ചെന്ന് ദേവിയുടെ നേർക്കും പ്രഹരം തുടങ്ങി. തന്റെ മുമ്പിൽ നിൽക്കുന്ന നിശുംഭനെ കണ്ട് രോഷത്തോടു കൂടി ദേവി പറഞ്ഞു, ഹേ മൂഢ, നിൽക്ക്, യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ഞാൻ ഈ വാളുകൊണ്ട് നിന്റെ കഴുത്തിറക്കാൻ പോവുകയാണ് കേട്ടോ. ഉടനെ ദേവി തന്റെ വാളെടുത്ത് നിശുംഭന്റെ മസ്തകം വെട്ടി നിലത്തിട്ടു. തല തെറിച്ചിട്ടും അവൻ ഗതയും ചുഴറ്റി പേടിപ്പെടുത്തുന്ന മട്ടിൽ വട്ടം ചുറ്റി മല പോലെ പതിച്ചു. പ്രബന്ധം. അസുരന്മാർ ഉറക്കെ നിലവിളിച്ച് ഭയത്തോടെ ശുംഭന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചോരയും ഒലിപ്പിച്ച് പേടിച്ചോടി വരുന്ന ഭടന്മാരെ കണ്ട് ശുംഭൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഓടി വന്നത്? എന്റെ അനുജൻ എവിടെ? അവർ പറഞ്ഞു, അങ്ങയുടെ അനുജൻ ഇങ്ങനെ വരാതെ വണ്ണം പോയാൽ തെക്കോട്ട് യുദ്ധത്തിൽ മരിച്ചു കിടക്കുകയാണ്. നിശുംഭന്റെ അനുചരന്മാരെയും ദേവി വധിച്ചു കഴിഞ്ഞു. ഈ വിവരം അറിയിക്കാൻ വന്നതാണ് പ്രഭോ ഞങ്ങൾ. ഇപ്പോഴാണ് നിശുംഭൻ ദേവിയാൽ വധിക്കപ്പെട്ടത്. അങ്ങേക്കും യുദ്ധം ചെയ്യാൻ പറ്റിയ സമയമല്ല കേട്ടോ ഇത്. അങ്ങും അനുജന്റെ കൂടെ പോണ്ടി വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ വഴിയിൽ ദേവന്മാരുടെ കാര്യസാധ്യത്തിന് ഒരുങ്ങുന്ന ജഗദംബികയാണ്. ദാനവരെ മുച്ചൂട് മുടിക്കുവാൻ വന്നവൾ ഒരു സാധാരണ സ്ത്രീയല്ല. അവൾ പരാശക്തിയാണ്. മാനവർക്ക് കൂടി അവളെ ശരിക്കറിയില്ല. എന്നിട്ട് വേണ്ടേ, മായാരൂപിണിയാണ് അവൾ. ഏത് രൂപത്തിലും അവൾ പ്രത്യക്ഷപ്പെടാം.
നാനാതരം ആയുധങ്ങൾ ധരിച്ചവളാണ്. കാളരാത്രിയോട് ചേർന്ന അവൾ പൂർണ്ണയാണ്. ദൈവകാര്യത്തിന് വന്ന അവളെ വാനവകുലം വാഴ്ത്തി സ്തുതിക്കുകയാണ് പ്രഭു. ഈ സമയത്തോട് രക്ഷപ്പെടുകയാണെന്നുള്ളത്. ഇപ്പോൾ നാം നമ്മുടെ രക്ഷ ചെയ്താൽ കാലം അനുകൂലമായി വരുമ്പോൾ നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാം എന്ന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരും കാലത്തിന് അധീരനാണ് പ്രഭു. അവർക്കുമുണ്ട് ജയവും പരാജയവും. ഈ സമയം നമുക്ക് നല്ലതല്ല. ചിലപ്പോൾ ഹതഭാഗ്യരായി തെണ്ടി നടക്കേണ്ടി വരും. ദേവന്മാർക്ക് കാലം വിപരീതമായി വന്നപ്പോൾ അങ്ങേക്ക് കപ്പം തന്നിട്ടില്ലേ? കാലത്തിന്റെ വൈപരീത്യം കൊണ്ട് നാം ഇപ്പോൾ അശക്തരായിരിക്കുകയാണ്. ഒരു സ്ത്രീയാൽ പരാജിതരുമായി. ഇതിന് കാരണം കാളിയും ദേവിയും വാനവരും ഒന്നുമല്ല. പിന്നെന്താ കാരണം? കാലത്തിന്റെ ഗതിവിഗതികളാണ് എല്ലാം സംഭവിപ്പിക്കുന്ന. നല്ല വിവരമുണ്ട് കേട്ടോ ഇയാൾക്ക്. ഇന്ദ്രനും മറ്റു ദേവന്മാരും അങ്ങയുടെ മുമ്പിൽ പരാജിതരായി കാണാമലെ തൊളിച്ചു താമസിച്ചില്ലേ? ത്രിമൂർത്തികൾ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയില്ലേ? അതുകൊണ്ട് ഇപ്പോൾ പാതാളത്തിലേക്ക് പോവുകയാണ് നല്ലത്. അങ്ങ് നല്ലപോലെ ആലോചിച്ച് വേണ്ടത് ചെയ്താലും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതോടുകൂടി ഇനി ശുംഭവധം എന്ന 30-ാം അധ്യായം ദേവീപാദങ്ങളെ സമർപ്പിച്ചു. ഇനി ശുംഭനില്ലേ, പരമശുംഭൻ, അയാളെ കൊലാണിപ്പോ. ദൈത്യന്മാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ ദൈത്യരാജാവായ ശുംഭൻ കോപം കൊണ്ട് ചുവന്ന നേത്രങ്ങളുമായി അവരോട് വന്നു. ദേഷ്യം വന്നിട്ട് രോഷ കഷായുധാക്ഷൻ എന്നെല്ലാം പറയും. അതുപോലെ, ഹേ മൂഢന്മാരെ, എന്റെ സഹോദരനെയും ബന്ധുജനങ്ങളെയും നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ സുഖമായി പള്ളിമെത്തലിരുന്ന് സുഖിക്കുകയാണോ വേണ്ടത്? എന്താ പറയുന്നതിനൊരർത്ഥം വേണ്ടേ? നന്മതന്മകൾ കാലത്തിന്റെ ഗതിക്കനുസരിച്ചാണെങ്കിൽ അരൂപമായ ദൈവത്തിൽ എന്തിന് ഭ്രമിക്കണം? കാലം അതിന്റെ ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങൾ നടത്തട്ടെ. ഞാൻ ജീവിതത്തിനെയും മരണത്തിനെയും പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഒരു വേവലാതി എനിക്കില്ലല്ലോ. എല്ലാ കാലത്തും കൃത്യമായി ശ്രാവണ മാസത്തിലാണോ മഴ ഉണ്ടാവുന്നത്? അല്ലല്ലോ. ഗതി മാറി മഴ പെയ്യാറില്ലേ? മഴയുടെ ഗതിയും എല്ലാ കാലത്തും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. എത്ര പൂജ ചെയ്താലും മറിച്ചൊന്നും ചെയ്യാൻ കാലത്തിന് സാധ്യമല്ല കേട്ടോ. അത് മനസ്സിലാക്കുക. കാലം ഒരു നിമിത്തം മാത്രമാണ്. ദൈവനിശ്ചയം മറിച്ചാവാൻ തരമില്ല. പുരുഷപ്രയത്നത്തെക്കാളും ശ്രേഷ്ഠത ദൈവനിശ്ചയത്തിന് തന്നെയാണ്. എന്റെ സഹോദരൻ അവളാൽ കൊല്ലപ്പെട്ടു. വീരപരാക്രമിയായ രക്തബീജനും ഹതനായി. ഇനി ഞാൻ എന്റെ യശസ്സിനെ നശിപ്പിച്ച് ജീവിച്ചിരിക്കുകയാണോ വേണ്ടത്? പറയൂ, അങ്ങനെയാണോ വേണ്ടത്? അതെല്ലാം നല്ലത് യുദ്ധം ചെയ്ത് മരിക്കുക തന്നെയല്ലേ. 2 പരാർത്ഥം കഴിയുമ്പോൾ ലോകപിതാമഹനും മൃത്യു സംഭവിക്കുന്നു. ബ്രഹ്മാവിന്റെ ഒരു ദിവസം 4000 യുഗങ്ങളാണ്. അതിനിടയിൽ 14 ഇന്ദ്രന്മാർ മാറി മാറി വരും. ബ്രഹ്മാവിന്റെ ആയുസ്സിനേക്കാൾ ഇരട്ടിയാണ് വിഷ്ണുവിന്റെ ആയുസ്. അതിന്റെ ഇരട്ടിയാണ് ഹരന്റെ ആയുസ്. ഈ മൃത്യു ദൈവനിശ്ചയമാണ്. ചന്ദ്രനും സൂര്യനും പർവ്വതങ്ങളും നശിക്കും. ജനനമുണ്ടെങ്കിൽ മരണം സുനിശ്ചിതമാണ്. മരിച്ചവർ പുനർജനിക്കുകയും ചെയ്യും. അനിത്യമായ ഈ ലോകത്തിൽ വേണ്ടത് കീർത്തി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പുറപ്പെടുന്നു. എന്റെ തങ്കരഥം വേഗം തയ്യാറാക്കുക. ദൈവത്തിന്റെ ഇച്ഛ പോലെ ജയമോ തോൽവിയോ സംഭവിക്കട്ടെ. ദൈത്യന്മാരോട് ഇപ്രകാരം പറഞ്ഞ ശുംഭൻ ദേവി യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന തുഹിനാദ്രിയിലേക്ക് പുറപ്പെട്ടു. കണക്കാക്കാൻ കഴിയാത്ത ചതുരംഗപ്പട ആയുധങ്ങളോടുകൂടി അവന്റെ കൂടെ യുദ്ധത്തിന് സജ്ജരായി പുറപ്പെട്ടു. ഹിമാദ്രിയിലെത്തിയ ശുംഭൻ ജഗദംബയെ കണ്ടു. സിംഹാരൂഢിയായി വിഷമോഹിനിയായി സർവാഭരണ വിഭൂഷിതയായി വിരാജിക്കുന്ന ദേവിയെ ദേവന്മാർ സ്തുതിച്ചു വാഴ്ത്തുന്നതും കേട്ടു. അവർ സുഗന്ധമുള്ള മന്ദാരപ്പൂക്കളെ കൊണ്ട് ദേവിയെ പൂജിക്കുന്നു. വിഷമോഹിനിയായ ദേവിയെ ദർശിച്ച് ശുംഭൻ പഞ്ചബാണങ്ങളേറ്റ് കാമപരവശനായിട്ടോ. പണ്ഡിതന് ഇവൻ എന്തെല്ലോ ആയിപ്പോയി, ഭ്രാന്തായിപ്പോയി. മോഹവലയത്തിൽപ്പെട്ട ശുംഭൻ ഇപ്രകാരം ചിന്തിച്ചു. ഇവളുടെ രൂപസൗന്ദര്യവും രണവൈഭവവും അത്ഭുതപ്രഭം തന്നെ. സൗന്ദര്യവും ശൂരത്വവും ഒരേ സമയത്തുണ്ടാകുമോ? എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. നവയൗവനവതിയായ ഇവളെ എങ്ങനെയാണ് കാമഭാവങ്ങളില്ലാതെ ഇരിക്കുന്നതെന്തോ? അത്ഭുതം തന്നെ. കാമദേവന്റെ പത്നിയായ രതിയെ പോലെ രൂപലാവണ്യമുള്ള ഇവൾ എങ്ങനെയാണ് മഹാബലവാന്മാരായ എന്റെ സഹോദരനെയും രക്തബീജനെയും വധിച്ചത്? ഇവളെ സ്വാധീനിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതാവോ? വശീകരിക്കാൻ എന്റെ കയ്യിൽ വശീകരണ മന്ത്രവും ഇല്ലല്ലോ. ഇവളാണെങ്കിലോ ജഗന്മോഹിനിയുമാണ്. സർവമന്ത്രങ്ങളും വശത്താക്കിയവളുമാണ്. മതഗർവിഷ്ഠയായ ഇവളെ എങ്ങനെ വശത്താക്കും? കാമദാനഭേദങ്ങളെ കൊണ്ട് ഇവളെ വശത്താക്കാൻ പ്രയാസമാണ്.
പോർക്കളം വിട്ട് പാതാളത്തിലേക്ക് പോകുന്നത് യുക്തിക്ക് നിരക്കുന്നതുമല്ല. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കുന്നത് അകീർത്തിക്ക് കാരണമാവും. സമാന ബലമുള്ളവർ തമ്മിലുള്ള യുദ്ധത്തിൽ മരിക്കുന്നത് മംഗളകരമെന്ന് ആർഷ സിദ്ധാന്തത്തിൽ പറയുന്നുമുണ്ട്. ദേവനിർമ്മിതമായ ഇവൾ 100 ആണുങ്ങൾക്ക് സമമാണ്. അത്രമാത്രം തടിമെടുക്കും ശൂരത്വവും ഗംഭീരഭാവവും ഒക്കെ ഇവൾക്കുണ്ട്. അത്യധികം ബലമുള്ള ഇവൾ ദൈത്യന്മാരെ നശിപ്പിക്കാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇവളോട് സാമവാക്കുകൾ കൊണ്ട് ഒരു കാര്യവുമില്ല. കുത്താൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചൊല്ലുണ്ടല്ലോ, എന്തെങ്കിലും വിലമതിക്കാത്ത സാധനങ്ങൾ കൊടുത്താൽ അവൾ തൃപ്തിപ്പെടുമെന്ന് വിചാരിക്കാനും പറ്റില്ല. അവളോ സർവാഭരണ ഭൂഷിതയാണ്, വിഭൂഷിതയാണ്. വാനവർ അവളുടെ വശവർത്തികളുമാണ്. എല്ലാം കൊണ്ട് നോക്കിയാലും മരണം തന്നെയാണ് ശ്രേഷ്ഠം. യുദ്ധത്തിനൊരുങ്ങിയ അവൻ പറഞ്ഞു, എങ്ങനെയായിട്ടും ഇവളെ വശത്താക്കാൻ എനിക്ക് പറ്റൂല എന്ന് മനസ്സിലായി. എന്നിട്ട് പറയാൻ പോവുന്നു, ദേവി സുന്ദരി, യുദ്ധം ചെയ്യാനുള്ള നിന്റെ ശ്രമം വൃഥാവിലാകൂട്ടോ. യുദ്ധം സ്ത്രീകൾക്ക് പറഞ്ഞതല്ല. സുന്ദരിയായ സ്ത്രീയുടെ ബാണം കടക്കൺ വീക്ഷണമല്ലേ? വില്ലാണെങ്കിൽ പുരികക്കൊടിയുമാണ്. അവളുടെ ബാണത്തിന്റെ ലക്ഷ്യം സമർത്ഥനായ പുരുഷൻ തന്നെയാണ്. അവളുടെ പടക്കോപ്പ് കുറിക്കൂട്ടാണ്. രഥം മനോരഥമാണ്. സുന്ദരിയായ സ്ത്രീക്ക് വേണ്ടത് കൊഞ്ചിക്കൊണ്ടുള്ള സംസാരമാണ്, അല്ലാതെ അട്ടഹാസമല്ല. സ്ത്രീകൾക്ക് ധാർഷ്ട്യമല്ല ഭൂഷണം, ലജ്ജയാണ്. യുദ്ധം ചെയ്യുമ്പോൾ കർക്കശ സ്വഭാവം കൈവരും. ഞാൻ വലിച്ചു മുറുക്കുമ്പോൾ തന്റെ ഭുജകുംഭത്തെ ഒളിപ്പിക്കാനാകുമോ? എന്തെല്ലാം വൃത്തിയാടാ പറയുന്നത്. സ്ത്രീകൾക്ക് അന്നനടയാണ് പറഞ്ഞിരിക്കുന്നത്, ഗത കൊണ്ടുള്ള ഓട്ടമല്ല. നല്ല ബുദ്ധി പറഞ്ഞു തരാൻ ചാമുണ്ടിയും കാളിയും അസമർത്ഥരുമാണ്. നിന്റെ വാഹനമാണെങ്കിലോ ആൾക്കാരെ ഭയപ്പെടുത്തുന്ന സിംഹവും. വീണാനാദം മുതിർക്കുന്നതിന് പകരം നീ ഘണ്ടാനാദം മുഴക്കുകയാണല്ലോ സുന്ദരി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ സൗന്ദര്യത്തിന് അലങ്കാരമാണോ? അല്ലീയല്ല. യുദ്ധത്തിന് ഒരുങ്ങി വരുമ്പോൾ നീ ക്രൂര സ്വഭാവമുള്ളവളാവും. നിന്റെ മനോഹര രൂപവും വൈകൃതമായി തീരും. നീ പരുക്കൻ ഭാഷ പ്രയോഗിച്ചാലേ എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ ഈ സുന്ദരമായ മേനിൽ എനിക്ക് പ്രഹരിക്കാൻ വയ്യല്ലോ. കാമാർത്തനായി പലതും പുലമ്പുന്ന ശുംഭനെ കണ്ട് ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവി ചിരി വരുന്നു എന്റെ കൂട്ടിക്കളിയെല്ലാം കാണുമ്പോ. കാമബാണങ്ങൾ കൊണ്ട് ആർത്തനായി നീ എന്തിനാണ് പരിഭ്രമിക്കുന്നത് ദുഷ്ട? നീ എന്റെ കാളിയുമായോ ചണ്ഡികയുമായോ യുദ്ധം ചെയ്യുക. അവരാണ് നിനക്ക് ചേരുന്നത്. ഞാൻ യുദ്ധം കണ്ടു നിൽക്കാം. ശുംഭനോട് ഇത്രയും പറഞ്ഞ് ദേവി കാളിയോട് പറഞ്ഞു, ഹേ കാളി, ഈ കുരുപപ്രിയനെ നീ വധിക്കുക. ദേവിയുടെ കൽപ്പന പ്രകാരം കാളി ഗദയും എടുത്ത് യുദ്ധസന്നദ്ധയായി. ദേവന്മാരും മഹാത്മാക്കളായ മുനിമാരും യുദ്ധം കാണാൻ ഒരുങ്ങി വന്നു. അവർ തമ്മിൽ ഘോരമായ യുദ്ധം തുടങ്ങി. ശുംഭൻ ഗദയെടുത്ത് കൊടുത്തു കാളിക്ക്. കാളി തന്റെ ഗദയെടുത്ത് ശുംഭനെയും കൊടുത്തു. അവന്റെ തങ്കത്തേരും തേരാളികളെ തകർത്ത തരിപ്പണമാക്കി. ശുംഭനോ ഗദയെടുത്ത് നടന്ന് കാളിയുടെ അടുത്ത് വന്ന് ഗദ കൊണ്ട് കാളിയുടെ മാറിലടിച്ചു. കാളി തന്റെ ഇടം കൈ കൊണ്ട് അതിനെ തടുത്ത് തന്റെ വാള് കൊണ്ട് ശുംഭന്റെ കൈവെട്ടി. കയ്യും മുറിഞ്ഞ് തേരും നഷ്ടപ്പെട്ട അവൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് അടുത്ത നിമിഷം തന്നെ ഗദയെടുത്ത് കാളിയെ അടിച്ചു. ഒരു കൈ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഉടനെ കാളി അവന്റെ തോൾവളയും കങ്കണവും മോതിരവും ചാർത്തി അലങ്കരിച്ച് ഇടത്തെ കൈയും വാളുകൊണ്ട് വെട്ടിയിട്ടു. 2 കൈയും നഷ്ടപ്പെട്ടവൻ കാലുകൊണ്ട് കാളിയെ ചവിട്ടാൻ കാലൊങ്ങിയപ്പോൾ കാളി ഒറ്റ വെട്ടുകൊണ്ട് 2 കാലുകളെയും മറുത്തിട്ടു. കാലും കയ്യും പോയിട്ടും നിൽക്ക എന്നും പറഞ്ഞ് ശുംഭൻ ഉരുണ്ടുരുണ്ടുരുണ്ട് ഭയപ്പെടുത്താൻ എന്ന മാതിരി കാളിയുടെ അടുത്തേക്ക് ചെന്നു. അടുത്തെത്തി അവന്റെ തലയും കാളി കൊയ്തെടുത്തു. പിന്നല്ല ഓരോരോ ഭാഗമായിട്ട് കഷ്ണം 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 കൂട്ടാനൊരുക്കുന്നത് പോലെ മുറിച്ചു വെച്ചു. ചെന്താമരക്കുടം പോലെയുള്ള മസ്തകം കൂടി തെറിച്ചപ്പോൾ ഒരു മല പോലെ മറിഞ്ഞു വീണു. ശുംഭാസുരൻ അവന്റെ ജീവനും ദേഹത്തിൽ നിന്നും വേർപെട്ടു. സുരന്മാർ ദേവിയെയും കാളിയെയും ചാമുണ്ടിയും വാഴ്ത്തി സ്തുതിച്ചു. അഷ്ടദിക്കുവളക്കെ തെളിഞ്ഞും കുളിർത്തന്നൽ മന്ദമായി വീശി ശുഭസൂചകമായി ഹോമാഗ്നികൾ ജ്വലിച്ചു തുടങ്ങി. ബാക്കിയായ ദൈത്യന്മാർ ജഗദമ്പയെ പ്രണമിച്ച് ആയുധങ്ങളും വെച്ച് കീഴടങ്ങി. എന്നിട്ട് പാതാളത്തിലേക്ക് തിരിച്ചുപോയി. തീരേണ്ടതൊക്കെ തീർന്നു കഴിഞ്ഞിട്ടും ബാക്കിയുള്ളവർ പോയി. വ്യാസമഹർഷി പറഞ്ഞു, പരീക്ഷിത് രാജാവേ, ഉത്തമമായ ദേവീചരിതത്തെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. ശുംഭാദികളെ വധിച്ചതും ദേവന്മാരുടെ സങ്കടത്തെ തീർത്തതുമായ ഈ കഥകൾ കേൾക്കുന്നവരും അതുപോലെ പഠിക്കുന്നവരും കൃതാർത്ഥരായി ഭവിക്കും.
പുത്രനില്ലാത്തവൻ സപുത്രനാകും, ദരിദ്രൻ ധനികനാവും, രോഗി ആരോഗ്യദൃഢഗാത്രനാവും. എന്തിനധികം പറയുന്നു, ഈ ചരിതം ശ്രവിക്കുന്നവൻ സർവാഭിഷ്ടവും സാധ്യമായി ശത്രുപീഡയില്ലാതെ മുക്തരായി ജീവിക്കും എന്നുള്ള അങ്ങനെയാണ് ഈ ശുംഭവധം 31-ാം അധ്യായം സമാപിച്ചത്. ദേവിയുടെ പാദത്തിൽ നമ്മളത് സമർപ്പിച്ചു. എന്താ രാജാവിന്റെയും വൈശ്യന്റെയും കഥ അങ്ങ് ദേവി മഹാത്മ്യം ഭംഗിയായി വർണ്ണിച്ചു തന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവന്മാരെ ആരൊക്കെയാണ് പൂജിച്ചത്? അവർക്ക് അതുകൊണ്ട് എന്ത് നേട്ടമാണുണ്ടായത്? ആരിലാണ് അംബിക തുഷ്ടയായത് എന്നൊക്കെ ചോദിച്ചു. പരീക്ഷിത്ത രാജാവിന്റെ ചോദ്യം കേട്ട് വാസവീസുതന് വളരെ സന്തോഷമായി. അദ്ദേഹം മഹാമായ പൂജയെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു. പണ്ട് സാരോജിഷ മന്വന്തരത്തിൽ പ്രജാക്ഷേമ തൽപരനായ സുരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. നമ്മള് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോ കാണുന്നില്ലേ, സുരഥ സമാധി സമാന സമാധി സമാന സമാധി. ഇപ്പൊ സുരഥനും സമാധിയും, അതാണ് ഈ രണ്ടുപേരെ കാര്യം പറയുന്നത്. അദ്ദേഹം സത്യവ്രതനും ഉദാര മനസ്സുള്ളവനും കർമ്മനിഷ്ഠനുമായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണ പൂജയിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. പ്രജകളെ മക്കളെ പോലെ സ്നേഹിച്ചിരുന്നു അദ്ദേഹം. അതുകൊണ്ട് പ്രജകളും രാജാവിനെ അത്യധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. രാജ്യം വളരെ പ്രബലമായിരിക്കുന്ന സമയത്ത് കോലവിധ്വംസിയായ യവനന്മാർ രാജ്യം ആക്രമിച്ച് രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. കാലം പ്രതികൂലമായപ്പോൾ ഭാര്യാപുത്രാദികളും രാജാവിനെ അവഗണിച്ച് തുടങ്ങി. അതല്ലേ, ഒന്നുമില്ലാതിരിക്കുമ്പോ പിന്നെ ആർക്ക് വേണം? വിശ്വസ്തരായ മന്ത്രിമാരും ശത്രുപക്ഷത്ത് ചേർന്നു. കിടങ്ങും കോട്ടയുമുള്ള അഭദ്രമായ സ്വന്തം ഗൃഹത്തിൽ പോയി രാജാവ് ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നു. ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് ഈശ്വര? വീണ്ടും യുദ്ധം ചെയ്യുകയാണോ വേണ്ടത്? അതോ കാലം അനുകൂലമാവുന്നതുവരെ കാത്തിരിക്കണമോ? നല്ല ബുദ്ധി പറഞ്ഞു തരാൻ കഴിവുള്ള മന്ത്രിമാർ ശത്രുപക്ഷത്തും ആണല്ലോ. ശത്രുക്കളുടെ നിഴൽ പറ്റി നിൽക്കുന്ന അവർ എപ്പോഴെങ്കിലും എന്നെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കില്ലെന്ന് എന്താണ് ഒരു ഉറപ്പ്? അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ പറ്റുകയില്ല. മോഹങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ബ്രാഹ്മണരെയും പൂജിക്കാതെ ദ്വേഷിക്കുന്ന മനുഷ്യൻ വ്യാമോഹിയാണല്ലോ. ഇപ്രകാരം ഓരോന്നും ചിന്തിച്ചുകൊണ്ട് ദുഃഖിതനായ രാജാവ് കുതിരപ്പുറത്ത് കയറി ഒറ്റക്ക് തന്റെ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ എവിടെ പോകുന്നൊന്നുമില്ല, ലക്ഷ്യമില്ലാതെ പോവുകയാണ് അദ്ദേഹം. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഘോരമായ വനത്തിൽ എത്തിച്ചേർന്നു. ഇനി എന്ത് ചെയ്യും എന്നായി ഇപ്പൊ വിചാരം. ഒന്നും വഴിയുമില്ല, ഒന്നുമില്ല, വെറും ഭയങ്കരമായ വനം. ദൂരെ ഒരു ആശ്രമമുണ്ടെന്ന് രാജാവ് പറഞ്ഞു. ആശ്രമ പരിസരത്ത് വിരോധമുള്ള മൃഗങ്ങൾ പോലും സൗഹൃദത്തിൽ കഴിയുകയാണ്. വൃക്ഷങ്ങളും വല്ലികളും കെട്ടിപ്പുണർന്നു നിൽക്കുന്നു. മനോഹരമായ കാഴ്ചയാണ് അവിടെ. മാൻപേടകൾ പേടിയില്ലാതെ വിഹരിക്കുന്നു. വേദപാഠധ്വനികൾ കേൾക്കുന്നു. ഹോമപ്പുകയുടെ ഗന്ധം അവിടമാകെ വ്യാപിച്ചിരിക്കുന്നു. എല്ലാം കൊണ്ടും ശാന്തമായ അന്തരീക്ഷം. ഭയമില്ലാതെ വിശ്രമിക്കാമല്ലോ എന്ന് കരുതി രാജാവ് സമാധാനിച്ചു. രാജാവ് കുതിരയെ അടുത്തുള്ള മരത്തിൽ കെട്ടി. അതിനടുത്തായി തന്നെ ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു താപസ ശ്രേഷ്ഠൻ ഇരിക്കുന്നതും അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ ചുറ്റും ശിഷ്യന്മാരിരുന്ന് വേദാധ്യയനം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ആശ്രമത്തിലെ മുനിശ്രേഷ്ഠനായ സുമേധസ്സു മഹർഷിയായിരുന്നു അദ്ദേഹം. താത്വികനും ബ്രഹ്മജ്ഞനുമായ ആ ഋഷിയെ കണ്ട് രാജാവ് ഭക്തി ആദരങ്ങളോടെ ആ പാദത്തിൽ നമസ്കരിച്ചു. താപസൻ രാജാവിനോട് പറഞ്ഞു, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ, എഴുന്നേൽക്ക്. ഗുരുവിന്റെ ആജ്ഞനുസരിച്ച് ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഇരിക്കാൻ പീഠം ഒരുക്കി. സുമേധസ്സു മഹർഷി രാജാവിനെ വേണ്ട വിധം സൽക്കരിച്ച് ചോദിച്ചു, ആരാണങ്ങ്? എവിടെ നിന്നാണ് വരുന്നതാവോ? മുഖം വല്ലാതെ വാടിയിട്ടുണ്ടല്ലോ. രഹസ്യമാണെങ്കിലും അങ്ങയുടെ ദുഃഖത്തിന് കാരണം പറയുക. എത്ര അസാധ്യമായ കാര്യമാണെങ്കിലും ഞാൻ സാധിച്ചു തരുന്നുണ്ട്. അത് നല്ലൊരു വാക്കായിപ്പോയി. രാജാവ് പറഞ്ഞു, ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ട ഒരു രാജാവാണ് ഞാൻ. എൻ്റെ പേര് സുരഥൻ എന്നാണ്. ഇനി എൻ്റെ ആശ്രയം അങ്ങാണ്. അങ്ങയുടെ കൽപ്പന പ്രകാരം ഞാൻ പ്രവർത്തിക്കാം. ശത്രുക്കളെ ഭയന്ന് ഓടിപ്പോന്നതാണ് ഞാൻ. അപ്പോൾ ഋഷി പറഞ്ഞു, രാജൻ നിർഭയം ഇവിടെ താമസിക്കുക. ഒരു പേടിയും വേണ്ടാട്ടോ. എൻ്റെ തപശക്തി കൊണ്ട് ഒരു ശത്രുക്കളും ഇങ്ങോട്ട് വരില്ല. ഈ ആശ്രമത്തിൽ ഹിംസ പാടില്ല. വരിനെല്ലിന്റെ ചോറും ഫലമൂലങ്ങളും ഭുജിച്ച് ഇവിടെ വസിക്കാം. മുനിയുടെ വാക്കുകൾ കേട്ട് രാജാവിന് സമാധാനമായി. ഫലമൂലങ്ങളും ഭുജിച്ചുകൊണ്ട് ഋഷിയുടെ അതിഥിയായി ആ പർണശാലയിൽ രാജാവ് താമസമാക്കി.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന് ചുവട്ടിലിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത തന്റെ രാജ്യത്തിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയുമായി. അദ്ദേഹം ചിന്തിച്ചു, എന്റെ നാടിന്റെ സ്ഥിതി ഇപ്പോഴെന്തായിരിക്കും ഈശ്വര? ഞാൻ ആർജിച്ച ധനം മ്ലേച്ഛന്മാർ ദുരുപയോഗം ചെയ്യുകയായിരിക്കും. എന്റെ കുതിരകളെയും ആനകളെയും പ്രജകളെയും പട്ടിണിക്കിട്ട് ഉപദ്രവിക്കുകയായിരിക്കും. ദുർവൃത്തരായ ശത്രുക്കളും വിവേചന ബുദ്ധിയില്ലാത്ത മന്ത്രിമാരും പണം ദുർവ്യയം ചെയ്തും വേശ്യകൾക്ക് കൊടുത്തിട്ടും എന്റെ ഭണ്ഡാരം കാലിയാക്കിയിട്ടും ഉണ്ടാകും. ഇപ്രകാരം ഓരോന്ന് ചിന്തിച്ചാ മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഒരു വൈശ്യൻ വളരെയധികം ദുഃഖത്തോടെ രാജാവിന്റെ അടുത്തേക്ക് വന്നു. അതാണ് സമാധി. രാജാവ് ആ വൈശ്യനെ അടുത്ത് ഇരുത്തി ചോദിച്ചു, നീ ആരാണടോ? ഈ കാട്ടിലേക്ക് വരാൻ എന്താണ് കാരണം? ആദ്യമൊടുത്ത് ദീനനായിരിക്കുന്നതിന്റെ പേരെന്താണ്? നമുക്ക് സുഹൃത്തുക്കളെ പോലെ ഇവിടെ കഴിയാം. രാജാവിന്റെ സമാധാനം തരുന്ന വാക്കുകൾ കേട്ട് ആശ്വാസത്തോടെ വൈശ്യൻ പറഞ്ഞു, ഞാനൊരു വൈശ്യനാണ്. എൻ്റെ പേര് സമാധി എന്നാണ്. സത്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. പരമാവധി തെറ്റ് ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ ധാരാളം പണവും ഉണ്ട്. എന്നാൽ ധനമോഹികളായ എൻ്റെ ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിച്ചു. മറ്റൊരാശ്രയവുമില്ലാതെ വന്നതാണ് ഞാൻ. സഖേ, ആരാണങ്ങ്? കണ്ടാൽ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. സുരഥ രാജാവ് പറഞ്ഞു, എൻ്റെ പേര് സുരഥൻ. ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് നാട് ഉപേക്ഷിച്ചു വന്ന രാജാവാണ് ഞാൻ. മന്ത്രിമാരാൽ വഞ്ചിതനായി ഇവിടെ അഭയം പ്രാപിച്ചതാണ്. തുല്യ ദുഃഖിതരാണ് നമ്മൾ. സുന്ദരമായ ഈ കാട്ടിൽ ആധിയില്ലാതെ നമുക്ക് താമസിക്കാം. തന്നെ നിഷേധിച്ച് കുടുംബത്തിനെ പറ്റി ഓരോന്നും ആലോചിച്ച് വേവലാതിപ്പെട്ടിരിക്കുകയാണ് വൈശ്യൻ. എൻ്റെ കുടുംബം കഷ്ടപ്പെടുന്നുണ്ടാകുമോ? എൻ്റെ പത്നിക്ക് വല്ല അസുഖവും വന്നാൽ ആരാണ് നോക്കാനുള്ളത്? മക്കളുടെ സ്ഥിതി എന്താണാവോ? ഇപ്രകാരം ഓരോന്ന് ചിന്തിച്ച് എനിക്കൊരു സ്വസ്ഥതയുമില്ല രാജൻ. ഇനി എന്നാണ് എനിക്ക് അവരെ കാണാൻ സാധിക്കുക എന്നാണ് വൈശ്യൻ ഈ രാജാവിനോട് ചോദിക്കുന്നത്. രണ്ടാളെ പോരലും മതളും പോലെയായി. രാജാവ് പറഞ്ഞു, മഹാമതേ, അങ്ങേ തിരിച്ച കുടുംബത്തെ പറ്റി എന്തിനാണ് ഇത്ര അധികം ദുഃഖിക്കുന്നത്? ദ്രോഹം ചെയ്യുന്ന ബന്ധുക്കളെക്കാൾ ഹിതം ചെയ്യുന്ന വൈരിയാണ് ഉത്തമൻ. രാജൻ ആത്മസംയമനം സാധിക്കാത്തവർക്ക് ഗുഹാതുര ചിന്ത ഉപേക്ഷിക്കാൻ പ്രയാസമാണ്. എൻ്റെ മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം രാജാവ്, ഹേ വൈശ്യ, എൻ്റെ രാജ്യത്തെയും പ്രജകളെയും കുടുംബത്തെയും ഓർത്ത് ഞാനും ദുഃഖിതനാണ്. നമുക്ക് സുമേധസ് മഹർഷിയുടെ സമീപത്തേക്ക് ചെന്ന് ഉപദേശന്മാരായാം. നമ്മുടെ ദുഃഖത്തിനുള്ള ഔഷധം അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാകും. തങ്ങളുടെ ദുഃഖത്തിന് പ്രതിവിധി ആരാഞ്ഞുകൊണ്ട് സുരഥ രാജാവും സമാധി എന്ന വൈശ്യനും ഋഷിയുടെ സമീപത്ത് ചെന്നു. ശാന്തനായിരിക്കുന്ന ഋഷിയുടെ മുമ്പിൽ ചെന്ന് രാജാവ് സവിനയം ചോദിച്ചു. എന്താ ചോദിച്ചതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറയാം. ഇതിപ്പോ രാജവൈശ്യ കഥ എന്ന 32-ാം അധ്യായം ദേവിയുടെയും അതുപോലെ തന്നെ പൊന്നുണ്ണിക്കണ്ണന്റെയും തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.